നന്മരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം. നന്മരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം. എടി ടീമേ, നിന്റെ മുഖത്തെന്താടി ഇത്ര ക്ഷീണം? അതെടി, ഇന്നലെ ഞാൻ ഉറങ്ങിയതേയില്ല, അതാ ഇത്ര ക്ഷീണം. എന്ത് പറ്റിയതാടി? അതെടി, ഇന്നലെ ഗാനമേള അല്ലായിരുന്നോ? നേരം വെളുക്കും വരെ പള്ളിയായിരുന്നു. അങ്ങനെയല്ലടി, പള്ളിയിലല്ലായിരുന്നോ ഗാനമേള? ആ, പള്ളിയിൽ ഗാനമേളയായിരുന്നു. വാടി എടുത്തിട്ടില്ലല്ലോ, വാടി എടുത്തിട്ട് വെക്ക, അടുത്തെടുത്തിട്ട് വരാൻ മാറുന്നു. വാടി ഇല്ലാതെ എവിടേക്കൊന്നും ശരിയാവില്ല. അതെടി, ടീച്ചർ എവിടെ പോയേ? എവിടേക്കായാലും ഇപ്പൊ വരേക്കും. കഴിഞ്ഞ ആഴ്ച ഞങ്ങളെ ഗാനമേളക്കകത്ത് എന്തോ അമ്പലായിരുന്നു. എടി, നിനക്ക് തെറ്റി. ശരിയാ, ഞങ്ങൾ അമ്പലത്തിനടുത്ത് ഗാനമേളയായിരുന്നു. എടി മുത്തേ, നിന്നെ നിന്റെ ചെറിയമ്മ എങ്ങനെയാ സ്കൂളിലേക്ക് വിട്ടേ? എടി, പുറകില് മണിമോള്. അയ്യോ, പതുക്കെ പറ, എങ്ങനെ വിട്ടേ? മുത്തശ്ശി പറഞ്ഞിട്ടാ, മുത്തശ്ശി പറഞ്ഞതുകൊണ്ടാ എന്നെ വിട്ടത്. ഹാവൂ, അതുകൊണ്ട് നീ രക്ഷപ്പെട്ടു. അതെ, ആദ്യം സ്കൂളിൽ വരുന്ന സമയാ എനിക്ക് കുറച്ച് സന്തോഷമുള്ളത്. വീട്ടിലെത്തിയ പിന്നെ എന്റെ അവസ്ഥ പാർക്കുട്ടിക്ക് അറിയാലോ. അതെ, സ്കൂളിലേക്ക് വരുമ്പോഴേ നിനക്ക് കുറച്ച് സമാധാനം കിട്ടുമല്ലോ. സ്കൂൾ കൂടി ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എന്തായിരുന്നു ചെയ്യുക പാർക്കുട്ടി? എല്ലാ കുട്ടികൾക്കും വെക്കേഷൻ ഇഷ്ടമായിരിക്കും, പക്ഷേ എനിക്ക് സ്കൂളിലെ ദിവസാ ഇഷ്ടം. സാരില്ല മുത്തേ, വിഷമിക്കണ്ട. മുത്തേ, നീ ഒരു കാര്യം ചെയ്യേ, എന്റെ വീട്ടിൽ വന്ന് നിൽക്ക്. അതിന് ചെറിയമ്മ സമ്മതിക്കുന്ന തോന്നുന്നുണ്ടോ പാർക്കുട്ടിക്ക്? ശരിയാ, നീ പോന്നാലേ അവിടുത്തെ ജോലികളൊക്കെ ആരാ ചെയ്യാ അല്ലേ? ചെറിയമ്മക്കേ ഞാനവിടെ ജോലികൾ ചെയ്യണ്ടേ, അപ്പൊ എന്നെ എവിടെ വിടില്ല. കണ്ടോ, ഞാനൊന്ന് മാറിയപ്പോഴേക്കും അങ്ങോട്ട് തിരിഞ്ഞു നിന്നിട്ടൊക്കെ വർത്താനം. എടി പാർക്കുട്ടി, എന്തോ? ഞാനിവിടെ വന്നതൊന്നും കണ്ടിട്ടില്ലല്ലേ? ഇപ്പൊ കണ്ടു. മര്യാദയ്ക്ക് ഇരുന്നോളും ക്ലാസ്സില്. സുലൈമാൻ പ്രസന്റ് ടീച്ചർ, സുൽഫീക്കർ പ്രസന്റ് ടീച്ചർ, മുത്തേ പ്രസന്റ് ടീച്ചർ, പാർവതി പ്രസന്റ് ടീച്ചർ, ആമി പ്രസന്റ് ടീച്ചർ, മണിമോൾ പ്രസന്റ് ടീച്ചർ, ദീപു പ്രസന്റ് ടീച്ചർ. അപ്പൊ ഞാനേ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ പോവുകയാണ്. എല്ലാവരും കൃത്യമായി ഉത്തരം പറയണം. ഇന്നെങ്കിലും ഒരു ലീവ് തന്നൂടെ ടീച്ചറേ? അനക്ക് ഞാൻ ലീവ് തരാടാ, നീക്ക് നിൽക്കണ പാലാലവിടെ. ഇതാ കിടക്കണു, വല്ല ആവശ്യം ഉണ്ടായിരുന്നു അനക്ക്? എന്താ ടീച്ചറേ, ഞാൻ ലീവ് ചോദിച്ചില്ലേ, ഇത്രക്കൊക്കെ ശിക്ഷ വേണോ? ഇല്ലടാ, അനക്ക് ഞാൻ ശിക്ഷ ഒന്നും തന്നില്ലടാ. ഞാനേ ചോദിച്ചതിന്റെ ഉത്തരം അങ്ങോട്ട് പറഞ്ഞാ മതി. ഞാനോ? അല്ല ഞാന്, ഞാൻ പറഞ്ഞുതരാടാ നിനക്ക് ഉത്തരം. ബാലാല് നേരം വെളുക്കുമ്പോ കേട്ടി ഇങ്ങനെ വന്നോളും താർദര പറയാനായിട്ട്. ഇത്രയോ? ഞാനൊക്കെ
എന്നാലും ഞാൻ പറഞ്ഞുതരാം. മൂസാന്ന് എന്ന പേര് ഞാനേ മൂസക്കായേന്ന് വിളിച്ചു. ഞങ്ങൾ വീട്ടുകാരും സമ്മതിച്ചില്ല. ഇപ്പൊ എവിടെയോ വില്ലേജ് ഓഫീസറായിട്ട് ഇരിക്കുക. ടീച്ചറെ ടീച്ചർ അതിന്റെ ലൈനിന്റെ കാര്യമല്ല പറഞ്ഞത്. പിന്നെന്താ പറഞ്ഞത്? പദ്ധതിന്റെ അതിന്റെ ലൈനാ പറഞ്ഞത്. അത് ശരി, പദ്ധതിന്റെ അതിന്റെ ലൈനാണോ പറഞ്ഞത്? സോറി സോറി, ഞാൻ എന്തൊക്കെ തെറ്റിദ്ധരിച്ചു. ഓമന തിങ്കൾ കിടാവോ, അത്രയോ അത് ഞാൻ പാടിക്കോളാം. എന്നാ പാട്. ഓമന തിങ്കൾ കിടാവോ നല്ല ഓമന ശാവത്ത് പൂവോ, പൂവിലുറങ്ങും മധുവോ പായിലുറങ്ങും രഘുവോ. രഘു അല്ലടാ പാൽ കേൾക്കുന്നത്, രഘു അല്ലടാ, ഇവിടെ വാടാ. എടി ഇബ്ലീസേ, ഇതിന് ഇരിക്കണ്ട, അവിടെ തന്നെ നിന്നോ, നിന്നിട്ട് പഠിച്ചാ മതി ഇജ്ജ്. ഹാവൂ, തൽക്കാലത്തേക്ക് അടിയിൽ ജയിച്ചിലായി. സുൽഫിക്കർ പാടിക്കാ. ടീച്ചറെ ആ പാട്ട് പാടിയേ, ഇജ്ജ് ഉറക്കം വരും. അതെന്താടാ ഇബ്ലീസേ അനക്ക് ഉറക്കം വരുന്നത്? ടീച്ചറെ ആ പാട്ട് പാടിക്കാണ് ഓന്റെ ഉമ്മച്ചി ഓനെ ഉറക്കല്. അന്റെ ഉമ്മച്ചി ആ സൈന്യന്നല്ലേ, ഓള് മാറിയിട്ടൊന്നുമില്ലല്ലോ. ഇല്ല, ആ പോത്തിന്റെ കൈതരാലും കേട്ടിട്ടേ ആർക്കും ഉറക്കം വരുന്നത്? പാടടി ഇബ്ലീസേ, മുട്ടുന്നായം പറഞ്ഞുകൊണ്ട് നിൽക്കാതെ. ഇങ്ങൾ ക്ലാസ് കഴിഞ്ഞിട്ട് വേണം ഇച്ചിരി ഭാഗത്തൊന്ന് പോയിരിക്കാന്. മനസ്സിൽ ഇവിടെ കാലോട് തീരെ വജ്ജാന്ന്, കാല് മുട്ട് വീട്ടായിട്ട് വെജ്ജ. കാലുമ്മ തേക്കേണ്ട തൈലാണെങ്കിലേ തെജ്ജും ചെയ്തിക്കണു. ടീച്ചറെ കാലുമ്മ തേക്കണ തൈല് ഇന്റെ പെരിയിലുണ്ട്, ഇന്റെ വല്യപ്പ തേക്കണതാ. അന്റെ വല്യപ്പ തേക്കണ തൈല് ഇത് അന്റെ പെരിയിൽ തന്നെ വെച്ചാ. എന്നിട്ട് വേണം ആ തൈലത്തിന്റെ കണക്കും പറഞ്ഞിട്ട് അനക്ക് ഞാൻ ചോദ്യം ചോദിച്ചുമ്പോ ഉത്തരം പറയാതെ രക്ഷപ്പെടാന്. ഇങ്ങൾ ചക്കച്ചക്കാന്ന് ചിരി മര്യാദക്ക് നിർത്തിക്കോളി. ഇന്റെ പ്രാന്തറക്കുണ്ടെന്നത് ഇച്ച് കാര്യായിട്ടൊന്നും നോക്കൂല. വന്നിട്ടേ നേർത്തി കിട്ടും, നേർത്തി കിട്ടും. കാലിന്റെ അടുത്ത് ഞാൻ ഇവിടുന്ന്. ജമ്മി, ഇതെന്തൊരു പ്രാന്തത്തി ടീച്ചറാണ്. എല്ലാരും മുണ്ടാതിരുന്നോടി, അല്ലെങ്കിൽ ഇപ്പൊ കിട്ടും എല്ലാവർക്കും. ചെല്ലട പദ്യം നീ ചെന്നിട്ട് സുൽഫിക്കറെ. ഓമേ തിങ്കൾ കീടാവോ നല്ല. ആ അങ്ങനെ തന്നെ, ബാക്കി പോരട്ടെ. കോമള താമരപ്പൂ. ഓ, ഇത് ഈണം പിടിച്ചൊന്നും വേണ്ട, ഒന്ന് ദേ പാടടി ചെറുക്കാ. പൂവിലുറങ്ങും മധുവോ പരി, പരി പൂർണ്ണേന്ദു തന്റെ നീരാവോ. ആ അവിടെ ഇരിക്ക്, ബാക്കി മണിമോള് പാട്. അത് പിന്നെ ടീച്ചറേ, എന്ത് പിന്നെ ടീച്ചറേ, അധിക പ്രശ്നം പറയാതെ പാടടി പെണ്ണേ. പുത്തൻ പാവിഴക്കൊടിയോ ചെറു തത്തകൾ കുഞ്ചും മൊഴിയോ. ഇരിക്ക്, അടുത്തത് പാൽക്കുട്ടി പാട്. ചാഞ്ഞാടിയാടും മയിലോ മൃദു പഞ്ചമം പാടും കുയിലോ. അടുത്തത് മുത്ത്. തുള്ളുമീളമാൻ കീടാവോ ശോഭ കൊള്ളുന്നോരെന്നെ കൊടിയോ. അടുത്തത് ദീപു. ഈശ്വരൻ തന്ന നീതിയോ പരമേശ്വരി എന്നും ഗിരിയോ. താൽക്കാലത്തിൽ നിങ്ങൾ രക്ഷപ്പെട്ടുക്കണോ? ഹാവൂ, ഭാഗ്യം. ഞാൻ ഇവിടെ ഇരിക്കട്ടെ ടീച്ചറെ. ഇതവിടെ ഇരിക്കേ, കടക്കേ, എന്തെങ്കിലുമൊക്കെ ചെയ്യേ. എന്നിട്ട് എന്താ കാര്യം? അടുത്ത ടീച്ചർ വന്നാ വീണ്ടും നീച്ച് നിൽക്കേണ്ടതല്ലേ നമുക്ക്? അതൊന്നുമില്ല കൊച്ചു ടീച്ചറെ. ഈ കൊച്ചു ടീച്ചർ അത്ര സ്നേഹേ ഇന്നോട് വേറെ ഏത് ടീച്ചർമാർക്കും ഇല്ല. അതെന്താ ഹിമാറി എനിക്ക് അങ്ങനെ പറഞ്ഞത്? അല്ല, ടീച്ചർ ഇന്നോടല്ലേ എപ്പോഴും ഞാൻ ചോദിക്കലേ. പക്ഷേ ഓളൊക്കെ എപ്പോഴും പാറക്കുട്ടിനോടൊക്കെ ചോദിക്കല്. ഓന്റെ ഒരു തമാശ. ഹാവൂ, അങ്ങനെ ഇന്നത്തെ അംഗം കഴിഞ്ഞു. അതെ അതെ. എടി സുലൈമാനേ. എന്ത് ദീപു? ഈ ക്ലാസ്സിലെ സുലൈമാനും സുൽഫിക്കർ ഉള്ളോണ്ടേ ഞങ്ങളൊക്കെ രക്ഷപ്പെട്ടു. അതെന്താണ് ദീപു അങ്ങനെ പറഞ്ഞത്? നിങ്ങൾ രണ്ടാളും ഏറ്റവും പഠിച്ചാത്ത കുട്ടികളാകൊണ്ടേ നിങ്ങളോടല്ലേ ടീച്ചർമാരെ എല്ലാ ചോദ്യം ചോദിക്കണത്. എടി പൊട്ടാ, അതെനിക്ക് ശരിക്കും അറിയാത്തതാണ്. പിന്നെ ടീച്ചർമാർക്ക് ഞങ്ങളോട് കൂടുതൽ ഇഷ്ടം, അതുകൊണ്ടാണ് ഞങ്ങളോട് ചോദ്യം ചോദിക്കുന്നത്. ആ പിന്നെ ഇന്നെത്ര അടി കിട്ടി എന്നിട്ട്? അതിലൊന്നും കാര്യമില്ല ദീപു. അത് ഞങ്ങളോട് രണ്ടോട് സ്നേഹമില്ലോണ്ടാണ് ഞങ്ങളോട് ചോദ്യം ചോദിക്കുന്നതും ഞങ്ങളെ തല്ലുന്നതും. ഇത്രയൊക്കെ കിട്ടിട്ടോ നാവിനൊരു കുറവില്ലല്ലോ എനക്ക്. ഇച്ചൊന്നും സിപ്പപ്പ വേണ്ട. സിപ്പപ്പ കുടിച്ചാലേ കേടാണ്, അതൊക്കെ വൃത്തിയില്ലാതെ ഉണ്ടാക്കണതായിരിക്കും. എടി സുലൈമാനെ, ഇച്ചൊന്ന് കൊടുന്നേരോ, ഞാൻ 2 റുപ്യ തരാം. എന്ത് സുലൈമാനെ, ഞാൻ അതുവരെ നടക്കണ്ടേ? ആര് സിപ്പപ്പ വാങ്ങാൻ പോണേ? ഇച്ചും വേണം, ഞാനും പൈസ തരാം. എന്നാലേ രണ്ടാളും നടന്നിട്ട് പോയിക്കോളി. ഇന്റെ അമ്മായിരെ കുട്ടികളൊന്നല്ലേ നിങ്ങള്, നിങ്ങൾക്ക് ഞാൻ സിപ്പപ്പ കൊടുന്നേരാന്.
എടി മുത്തേ, നിന്റെ വീട്ടിൽ വിരുന്നേര് വന്നോ? ഇല്ലടി, വന്നിട്ടില്ല. വരുന്ന പറഞ്ഞത് ഇന്ന്. എന്റെ മുത്തേ, സങ്കടായോ? അത് ഓർത്തിട്ട് സങ്കടം വന്ന് പാൽക്കുട്ടി. അവര് വന്നാലേ എനിക്കൊരു സ്വസ്ഥതയും തരില്ല. വിഷമിക്കണ്ട മുത്തേ. ഇപ്പോഴേ മണിമോളും ചെറിയ മാത്രമേ ഉപദ്രവിക്കുള്ളൂ. പക്ഷേ അവര് കൂടെ വന്നാലേ ഓല് എല്ലാരും കൂടെ ഒത്തുകൂടിയിട്ട് ഉപദ്രവിക്കന്നെ. സാരില്ല മുത്തേ. എന്താ ചെയ്യാ? ഒരു പോംവഴിയില്ലല്ലോ. നിനക്ക് നിന്റെ അച്ഛനോട് പറഞ്ഞൂടെ ഇതൊക്കെ? അച്ഛനോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ലടി. അതെന്താ? അച്ഛന് നിന്നോട് സ്നേഹമില്ലേ? അപ്പൊ അച്ഛൻ നീ പറയുന്നത് കേൾക്കൂലേ? അതല്ല പാൽക്കുട്ടി, ഞാനേ അച്ഛനോട് പറയുമ്പോഴേ ചെറിയമ്മ എന്റെ കൂടെ തന്നെ ഉണ്ടാവും. പിന്നെ ഞാൻ എങ്ങനെ പറയാനാ? ഇവരാരില്ലാത്ത സമയം നോക്കി പറയണം. അന്നൊരു ദിവസം പറഞ്ഞതിനെ എന്നെ ചട്ടകം വെച്ച് പൊള്ളിച്ചു എന്റെ കയ്യ്. ഓ, എന്തൊരു ദുഷ്ടത്തിയാണ് എന്റെ ചെറിയമ്മ. ചെറിയമ്മ മാത്രല്ല, ആ മണിമോളുണ്ടോ, അവൾ എന്റെ കൂടെ തന്നെ ഉണ്ടാവും. ഞാൻ എന്താ ചെയ്യണ നോക്കിയിട്ട്. അവളുടെ ചുണ്ടടക്കത്ര ശരിയല്ലല്ലോ. രണ്ടുപേരും കൂടി എന്റെ കുറ്റം പറയാ തോന്നണു. വീട്ടിലേക്ക് അങ്ങോട്ട് ചെല്ലട്ടെ, മമ്മിയോടൊന്ന് പറഞ്ഞു കൊടുക്കണം. അവൾക്ക് ഇവിടെ വന്നാലേ എന്റെ ആവശ്യമില്ല.